കേരളത്തിൽ സംഭവിക്കാനിടയുള്ള വിസ്മയം അതിലൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കേട്ടു. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ മണിശങ്കർ അയ്യർ പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും വരാനാണ് സാധ്യത. അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ വി ഡി സതീശൻ എങ്ങനെ വിസ്മയങ്ങൾ കേരളത്തിലുണ്ടാവും എന്ന് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിവിടെ കേരളത്തിലെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടത്. ഈ വിടുന്നു എന്ന് പറഞ്ഞ ആൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളല്ല. സാംസ്കാരിക രംഗത്ത് വളരെ വിശാലമായി പാർട്ടിയിൽ ഉൾപ്പെടാത്തവരുമായ ആളുകളെപ്പോലും സഹകരിപ്പിക്കുന്നൊരു സമീപനം പാർട്ടി എല്ലാ കാലത്തും പിന്തുടർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഹകരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം വിട്ടോ എന്നുള്ളതിനെ കുറിച്ച് തന്നെ എനിക്കറിഞ്ഞുകൂടാ. എന്നാലും ഗോവിന്ദമാഷ് അതിനെ കുറിച്ച് പ്രതികരിച്ച് കഴിഞ്ഞു. അതിൽ കൂടുതലൊന്നും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന് പറയുന്ന സാംസ്കാരിക നായകർ പോലും ഈ ഒരു നിലപാട് മാറ്റത്തിൻ്റെ ഒരു സൂചന കാണിക്കുന്നുണ്ട് പലപ്പോഴും. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഇപ്പോൾ പാർട്ടി അംഗങ്ങളല്ലാത്ത എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമൊക്കെ പാർട്ടി പ്രവർത്തകരായ ഞങ്ങളോട് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾ അവരെ സമീപിക്കുമ്പം ആ മാധ്യമങ്ങളോടും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അത് പൊതുവിൽ സമൂഹം ചർച്ച ചെയ്തിട്ട് നിഗമനങ്ങളിലേക്ക് എത്താം. ഈ പയ്യന്നൂരിൽ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് അതിൽ ചില ക്രമക്കേടുകളൊക്കെ ആരോപിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവ് തന്നെ അതിൻ്റെ പാർട്ടികളുമായിട്ട് ചില തർക്കങ്ങൾ ഏർപ്പെടുകയും പിന്നീട് പാർട്ടി വിട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും പാർട്ടി ഗൗരവമായി നോക്കുന്നുണ്ടോ? ഇത് CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM-ൻ്റെ ഒരു ഘടകത്തിനും ഒരു ഫണ്ടും ദുരുപയോഗപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്ന് പാർട്ടി കണ്ടെത്തിയാൽ പാർട്ടി തന്നെ നടപടിയെടുക്കും. അതാണ് പാർട്ടിയുടെ സമ്പ്രദായം. ഇപ്പോൾ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ പത്രസമ്മേളനം നടന്നത് ഒരു ചാനലുമായിട്ട് ചർച്ച നടത്തിയത് ജനുവരി 23 എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ആ ദിവസം ഞാൻ വേറൊരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനിടയ്ക്കാണ്. ജനുവരി 16, 17, 18 തീയതികളിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സുജാത ഇവിടെ നിൽപ്പുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത ഒരു രേഖ കണക്കുകൾ എങ്ങനെ സൂക്ഷ്മമായി കൃത്യമായി സൂക്ഷിച്ച് ഗവൺമെൻറ്റിനടക്കം കൊടുക്കേണ്ടതുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പാർട്ടി എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. സഖാവ് ഇസ്ലാമേന്ദ്രൻ പിള്ള ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള ആളാണ്. സഖാവ് SRP PB അംഗമായിരിക്കുമ്പോൾ സഖാവ് SRPയുടെ ചുമതല പാർട്ടിക്കുള്ളിലെ ആഭ്യന്തരമായ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ച് ബോധ്യപ്പെടുത്തലാണ്. വേറൊരു പാർട്ടിയിലും അങ്ങനെയില്ല. പിന്നെ പണത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കടക്കം ആയിരക്കണക്കിന് കോടി രൂപ കിട്ടിയിട്ടുണ്ട്. 1 രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള പാർട്ടിയാണ് CPIM. നേരത്തെ ടാറ്റ കമ്പനി ഉണ്ടല്ലോ, അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം പാർലമെൻറ്റിലെ എത്ര അംഗങ്ങളുണ്ട് ഓരോ പാർട്ടിക്കും നോക്കി കുറേ സംഭാവന അവർ ചെക്കായിട്ട് കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട്. ടാറ്റ അങ്ങനെ ഒരു ചെക്ക് അയച്ചു CPM-ന്, തിരിച്ചയച്ചു ടാറ്റയ്ക്ക്. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവർ വെറുതെ കള്ളക്കണക്കെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറ്റായ കണക്ക് എഴുതി, മനുഷ്യസഹജമായിട്ടുള്ള തെറ്റ് ഈ പാർട്ടിപ്പെട്ട ആർക്കെങ്കിലും കണക്കുമായി ബന്ധപ്പെട്ട് ഒരിടത്തും ഉണ്ടാവില്ലെന്ന് അത് കണ്ടുപിടിച്ച് അപ്പോൾ പാർട്ടി നടപടിയെടുക്കും. അപ്പോൾ അതിന് ആരെങ്കിലും പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. അവിടെ രക്തസാക്ഷി ഫണ്ടോ പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടോ ഒക്കെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പാർട്ടി തന്നെ അത് പരിശോധിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലർക്ക് പരാതി ഉണ്ടായെന്ന് വരും. ആ പരാതി ഉണ്ടെങ്കിൽ ഉപരി കമ്മിറ്റിക്ക് അയക്കാം, അത് പരിശോധിക്കും. ഇത് അദ്ദേഹം അങ്ങനെ ഉപരി കമ്മിറ്റിയെ സമീപിക്കുകയല്ല ചെയ്തത്. പിന്നെയോ BJP അധ്യക്ഷൻ നടത്തുന്ന ടെലിവിഷൻ ചാനലിന് അഭിമുഖം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പാർട്ടിയുടെ നല്ല താല്പര്യം പരിഗണിച്ചുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഇനി കാണാൻ മാർഗമില്ല.